ചിറ്റയിടത്തു നിന്നും ആമി നേരെ പോയത് മംഗലത്തേക്കാണ്. തൻ്റെ വീടിനടുത്ത് എത്താറായപ്പോൾ അവൾ സ്കൂട്ടർ ഒന്ന് അരികു ചേർത്ത് നിർത്തി. കഴുത്തിൽ കിടന്നിരുന്ന താലിമാല ഊരി ബാഗിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് സ്കൂട്ടറുമായി വീട്ടിലേക്ക് കയറി. വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ആമി ഹാളിൽ നിന്നും അച്ഛൻ്റെ ശബ്ദം കേട്ടു. വളരെ ഒച്ചത്തിൽ ആരോടോ വിശേഷം പറഞ്ഞ് ചിരിക്കുകയായിരുന്നു അയാൾ. അയാളെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ അടുക്കളയിലേക്ക് പോകാൻ പോയ ആമിയെ രാമചന്ദ്രൻ വിളിച്ചു. ആ മോളെ, നീ എത്തിയോ? ഇങ്ങോട്ടേക്ക് വാ, അച്ഛൻ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് ആമി അയാൾക്കടുത്തേക്ക് ചെന്നു. ഇത് പ്രഭാകരൻ നായർ, ഇത് അയാളുടെ ഭാര്യ വിനീത, വലിയ ബിസിനസ്സുകാരാ. അച്ഛൻ്റെ ആദ്യകാലങ്ങളിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളതായി ഇവരൊക്കെ. ഇപ്പോൾ ഇവർ ബോംബെയിൽ സെറ്റിൽഡാണ്. അവിടെ ഡയമണ്ടിൻ്റെ ബിസിനസ്സും പിന്നെ മറ്റു പല വലിയ ബിസിനസ്സുകളുമൊക്കെയാണ് ഇവർക്ക്. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളും ഡയമണ്ട് പോലെ തിളങ്ങുന്നതായി അഭിരാമിക്ക് തോന്നി. വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും അയാൾക്ക് മുന്നിൽ ഇരുന്നവരെ നോക്കി അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അഭിരാമിയല്ലേ? ചന്ദ്രൻ പറഞ്ഞിരുന്നു. മോള് എല്ലാ ആഴ്ചയും വരാറുണ്ടോ? ഇല്ല, ഇടയ്ക്കൊക്കെ. ഞാനെന്നാ അകത്തേക്ക് ചെല്ലട്ടെ? ആ, അതെന്ത് പോക്കാ? കുറച്ചു നേരം ഇവരോട് സംസാരിച്ച് നിൽക്ക്. കൊച്ചെന്തെങ്കിലും കഴിക്കട്ടെ, ദൂരേന്ന് വരുന്നതല്ലേ, വിശക്കുന്നുണ്ടാകും. ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ പറഞ്ഞു. പിന്നെ ഒരു സംസാരത്തിന് ഇടകൊടുക്കാതെ ആമി അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി. അവിടെ അഭിരാമിയുടെ അമ്മ സുധാമണി ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. നീ എത്തിയോ? ഇത്രയും നേരമായപ്പോൾ ഞാൻ കരുതി ഈ ആഴ്ച നീ വരില്ലായിരിക്കുമെന്ന്. എനിക്ക് ചിറ്റയിടത്തുനിന്ന് കയറാനുണ്ടായിരുന്നു അമ്മേ, അതാ ഞാൻ വൈകിയത്. ആ, പറഞ്ഞ പോലെ ഇന്നല്ലേ ആ പയ്യനും വീട്ടുകാരും അങ്ങോട്ടേക്ക് വരുന്നു എന്ന് നീ പറഞ്ഞത്? അതെ, അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് കയറിയിട്ടാ വന്നത്. അടച്ചു വെച്ച പാത്രങ്ങൾ ഓരോന്നായി പൊക്കി നോക്കിക്കൊണ്ട് അഭിരാമി പറഞ്ഞു. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ മോളെ? ഫ്ലാറ്റിൽ നിന്ന് ദോശ കഴിച്ചിരുന്നു. പിന്നെ അവിടുന്ന് ദേവി പറഞ്ഞതാ കഴിച്ചിട്ട് പോകാന്ന്. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചില്ല. രാധികയ്ക്ക് നിന്നോട് ഇപ്പോഴും ദേഷ്യമാണോ മോളെ? ആ, അങ്ങനെ വലിയ ദേഷ്യമൊന്നുമില്ല, എന്നാലും വലിയ ഇഷ്ടവുമില്ല. അവരെ കുറ്റം പറയാനും കഴിയില്ലല്ലോ, തെറ്റ് ചെയ്തത് നമ്മളല്ലേ. അമ്മയ്ക്ക് സങ്കടമാവുന്നുണ്ടെന്ന് കരുതി എവിടെയും തൊടാത്ത രീതിയിലാണ് ഒരു ഉത്തരം ആമി നൽകിയത്. അതിന് നീയൊരു തെറ്റും ചെയ്തില്ലല്ലോ മോളെ. അതൊക്കെ വിട്, എനിക്ക് കഴിക്കാൻ എടുത്തതാ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. സുധ വേഗം മകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു കൊടുത്തു. ആരാ അമ്മേ അപ്പുറത്ത് വന്നിരിക്കുന്നത്? അച്ഛൻ കുറേ പൊക്കി തള്ളി വിടുന്നുണ്ടല്ലോ അവരെ പറ്റി. പണ്ട് അച്ഛനെ ഫിനാൻസ് ബിസിനസ് തുടങ്ങിയ സമയത്ത് സഹായിച്ചവരാന്നാ പറയുന്നത്. പണ്ട് സഹായിച്ചിരുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ച് പരിചയം പുതുക്കുന്നുണ്ട് നിന്റെ അച്ഛൻ. അതെന്താ ഇപ്പോൾ ഇങ്ങനെ പുതിയൊരു ഏർപ്പാട്? ഞാൻ നിന്നോട് പറയാനിരുന്നതാ. കുറച്ചു നാളായി ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടിലാണ്. റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ നടന്ന 2 കച്ചവടങ്ങളും നഷ്ടത്തിലാണ്. ഫിനാൻസിങ് കമ്പനി പിന്നെ കുറേ നാളായി നഷ്ടത്തിൽ തന്നെയാണല്ലോ. ആണോ? നിനക്കിതൊന്നും അറിയാൻ താല്പര്യമില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയാതിരുന്നതാ നിന്നോട്. അല്ലെങ്കിലും ഇങ്ങനെ തന്നെ വരൂ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചതല്ലേ, അതിൻ്റെ ശാപമാണ് 3ൻ്റെയും തലയ്ക്ക് മുകളിൽ. ഒരു പുച്ഛത്തോടെ സുധ പറഞ്ഞു. അമ്മ പറഞ്ഞത് കേട്ടതല്ലാതെ ആമി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അല്ല, നീ എപ്പോൾ വന്നു? ആമിയുടെ ഏട്ടൻ അംബരീഷ് എന്ന അമ്പിയായിരുന്നു അത്. കുറച്ചു നേരമായി എത്തിയിട്ട്. ആമി വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. ഈ ആഴ്ച വരുന്നുണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് ഇന്നലെ തന്നെ വരാൻ പാടില്ലായിരുന്നോ? ഇതിപ്പോൾ നേരം ഇത്രയും ആയില്ലേ, ഇനിയിപ്പോൾ വൈകുന്നേരം തന്നെ തിരിച്ചും പോകും. തീരെ കാണാൻ തന്നെ കിട്ടുന്നില്ലല്ലോ നിന്നെ. അനിയത്തിയോട് സ്നേഹമുള്ള ഒരു ഏട്ടൻ, ആമി ആലോചിച്ചു. എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ടാണ് ഞാൻ വന്നത്. ഓ, ഒരു ജോലിക്കാരി. നീ പണിയെടുത്തിട്ട് വേണമല്ലോ ഇവിടെ അടപ്പ് പുകയാൻ. വീട്ടിലേക്ക് ചിലവിന് തരാൻ മാത്രമല്ലല്ലോ ജോലിക്ക് പോകുന്നത്. ജോലിയുള്ളത് ഒരു ധൈര്യം തന്നെയല്ലേ, അല്ലാതെ അവനെ കാണാൻ വേണ്ടിയിട്ടല്ല നീ പോകുന്നത്. അബി ശബ്ദം താഴ്ത്തി എന്നാൽ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. നിന്നോട് സംസാരിച്ച് വന്ന കാര്യം ഞാൻ മറന്നു. അമ്മേ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുക്ക്, അമലിന് കൊടുക്കാനാ. ആ കാണുന്നതല്ലേ ഫ്രിഡ്ജ്, ഏട്ടന് തനിയെ എടുത്താലെന്താ? നീ എന്നെ ഭരിക്കാൻ വരണ്ട, ഞാൻ എടുത്തു തന്നോളാം. ഇനി അതിൻ്റെ പേരിൽ അവളോട് വഴക്കിടാൻ നിൽക്കണ്ട.
സുധ അബിയെ വഴക്ക് പറയുന്നത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ല, അമലെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ വെള്ളം മുകളിലേക്ക്. അമ്മ കൊടുത്ത വെള്ളവുമായി അടുക്കളയിൽ നിന്നും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ അബി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് പറഞ്ഞു. അഭിരാമിയും ആ യുവാവിനെ കണ്ട് കഴിച്ചുകൊണ്ടിരുന്ന പാത്രം കിച്ചൺ സ്ലാബിലേക്ക് വെച്ച് എഴുന്നേറ്റ് നിന്നു. അതിനെന്താ, ഞാനും ഇങ്ങ് പോന്നു. എടി, ഇത് അമല്. അപ്പുറത്ത് അച്ഛൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ ഫ്രണ്ടില്ലേ, ആളുടെ മോനായത്. ആളൊരു ഡോക്ടറാ. അഭിരാമി അമലിനെ വെറുതെ ഒന്ന് നോക്കി. അഭിരാമി അല്ലേ? അമലൊരു പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ആമിയൊരു സംശയത്തോടെ അയാളെ നോക്കി. അത്ഭുതപ്പെടേണ്ട, ഞാൻ ജോൾസിനൊന്നുമല്ല. മുകളിൽ നിങ്ങളുടെ ആൽബംസ് നോക്കുന്ന സമയത്ത് ഫോട്ടോ കണ്ട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അബിയ പറഞ്ഞു തന്നത്. അഭിരാമി പഠിക്കുകയാണല്ലേ? അബി പറഞ്ഞിരുന്നു. ആമി സംശയത്തോടെ അബിയെ നോക്കി. പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അച്ഛൻ പരിചയമുള്ള ഒരു കമ്പനിയിൽ അവളെ തൽക്കാലം നിർത്തി. ഞാൻ പുറത്ത് കുറേ കമ്പനിയിലൊക്കെ നോക്കിയതാ, പക്ഷേ അച്ഛനെ ദൂരേക്ക് വിടാൻ മടി. അബി പറഞ്ഞൊപ്പിക്കുന്നത് കേട്ട് ആമി പുച്ഛത്തോടെ ചിരിച്ചു. അമലു, നമുക്കെന്നാ ഇറങ്ങാം? ചന്ദ്രനും പ്രഭാകരനുമൊപ്പം അവിടേക്ക് വന്നുകൊണ്ട് വിനീത ചോദിച്ചു. ഇത്ര പെട്ടെന്നോ? അമലിൻ്റെ മുഖത്ത് ഒരു നിരാശ പടർന്നു. അത് കൊള്ളാം, ഇവിടെ വന്നപ്പോൾ നിനക്കായിരുന്നില്ലേ പോകാൻ ധൃതി, ഇപ്പോൾ എന്തു പറ്റി? അല്ല, അത് പിന്നെ ഞാൻ കരുതി കുറച്ചു നേരം കൂടി കഴിഞ്ഞു പോകത്തുള്ളൂ എന്ന്. തപ്പിപ്പുറക്കി വാക്കുകൾ പറയുമ്പോൾ അമലിൻ്റെ നോട്ടം അഭിരാമിയിലേക്ക് നീണ്ടു. വിനീതയും അഭിയും അത് കണ്ടു. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ? വളരെ പതുക്കെ ഭയത്തോടെ ചന്ദ്രനെ നോക്കിക്കൊണ്ട് സുധ ചോദിച്ചു. രാവിലത്തെ ഭക്ഷണം ഇപ്പോഴല്ലേ സുധയെ കഴിച്ചത്? വിശപ്പായിട്ടില്ല. അധികം വൈകാതെ ഞങ്ങൾ ഒരിക്കൽ കൂടി വരും ഇവിടെ. അന്ന് രാവിലത്തെ മാത്രമല്ല, ഉച്ചക്കത്തെ കൂടി കഴിച്ചിട്ടേ ഞങ്ങൾ പോകൂ. സുധയോടാണ് വിനീത അത് പറഞ്ഞതെങ്കിലും നോട്ടം ഇടയ്ക്കിടെ അഭിരാമിയിലേക്കും അമലിലേക്കും നീണ്ടു. നിയമോൾ എവിടെ? കണ്ടില്ലല്ലോ. രാമചന്ദ്രൻ്റെ രണ്ടാമത്തെ മകളാണ് അഭിനയ എന്ന നിയ, അഭിരാമിയുടെ ചേച്ചി. അവൾ തലവേദനയായിട്ട് കിടക്കുകയാണ്. ഞാൻ വിളിക്കാം. വേണ്ട, വയ്യാതെ കിടക്കുകയല്ലേ, ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ മതി. രാമചന്ദ്രനും അഭിയും കൂടി അവരെ യാത്രയാക്കുവാനായി പുറത്തേക്കിറങ്ങി. അവർ പോയോ? കാറ് പുറത്തേക്ക് പോകുന്ന ശബ്ദം കേട്ട് താഴേക്കിറങ്ങി വന്ന നിയ പുറത്ത് സംസാരിച്ച് നിൽക്കുന്ന അഭിയോട് ചോദിച്ചു. ആ, നീ വന്നോ? അവർ നിന്നെ അന്വേഷിച്ചിരുന്നു. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. സാരമില്ല മോളെ, നിനക്ക് തലവേദന കുറവുണ്ടോ? അവളൊന്നും മൂളി. ആ പിന്നെ അച്ഛാ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അമലിന് അഭിരാമിയെ ഒത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നു. അഭി അത് പറഞ്ഞപ്പോൾ നിയയുടെ കണ്ണുകൾ അത് കേട്ടൊന്ന് തിളങ്ങി. അതെന്താ അങ്ങനെ തോന്നിയത്? ആകാംക്ഷ മറച്ചു വെക്കാതെ നിയ ചോദിച്ചു. നീ കിടക്കാൻ പോയപ്പോൾ ഞാൻ നമ്മുടെ ആൽബംസൊക്കെ എടുത്ത് അവന് കാണിച്ചു കൊടുത്തു. അഭിരാമിയുടെ ഫോട്ടോ കണ്ടപ്പോൾ തൊട്ട് അവൻ ആരാണെന്നും എന്തു ചെയ്യുകയാണെന്നൊക്കെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ താഴെ വന്ന് അവളെ കണ്ടതിന് ശേഷം അവന് ഇവിടുന്ന് പോകാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അവൾ വന്നിട്ടുണ്ടോ? അടുക്കളയിലുണ്ട്. തൽക്കാലം അവൾ ഇതൊന്നും അറിയണ്ട. ആദ്യം അവരുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് നോക്കാലോ, നിയ പറഞ്ഞു. അവരുടെ ഭാഗത്ത് നിന്നും ഇനിയൊരു യെസ് ആണെങ്കിൽ തന്നെ കാര്യമില്ലല്ലോ. ഇവിടെ ഒരുത്തി അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. അന്നവൻ നിർബന്ധിച്ച് മാരേജ് സർട്ടിഫിക്കറ്റിലൊക്കെ ഒപ്പിടിപ്പിച്ചപ്പോൾ അഡ്വക്കേറ്റ് അങ്കിൾ പറഞ്ഞതുപോലെ നമുക്കൊരു കേസ് കൊടുത്താൽ മതിയായിരുന്നു. അന്നാണെങ്കിൽ അവൻ അവളെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചതാണെന്നൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് പറയാൻ സാക്ഷികൾ ഉണ്ടായേനെ. മണ്ടത്തരം പറയാതെ അഭി, ആ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് നമ്മുടെ ബലം. കാലം എത്ര കഴിഞ്ഞാലും അവന് മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പണ്ടേ അവൻ്റെ അച്ഛൻ വേറെ കല്യാണം നടത്തുമായിരുന്നു. നല്ല ബുദ്ധി അയാൾക്ക്. ഇതുതന്നെയാണ് നീ അന്നും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾക്കുള്ള ഗുണം എന്താ? നീയൊന്ന് ആലോചിച്ച് നോക്ക്. അന്നത്തെ അവസ്ഥയിൽ ദർശൻ അങ്ങനെയൊക്കെ പെരുമാറി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദേവി എന്ന് പറഞ്ഞാൽ അവന് ജീവനാ. കൺമുന്നിൽ അവളുടെ ജീവിതം തകരുന്നത് ഒരുപാട് കാലമൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ അവനാവില്ല. അവൻ ഇവിടെ വരും. പെങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിനക്ക് മുന്നിൽ അവൻ കേഴും. നമ്മൾ പറയുന്നത് എന്ത് കാര്യത്തിനും അന്ന് അവൻ തയ്യാറാകും. എനിക്കും അങ്ങനെയൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നാളായില്ലേ മോളെ, നമ്മളോടൊന്ന് സംസാരിക്കാൻ പോലും അവൻ വന്നില്ലല്ലോ. സംശയം ഉള്ളിലൊതുക്കാതെ ചന്ദ്രൻ ചോദിച്ചു. അവൾക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന് കരുതിയാകും അവർ ഇത്രയും നാളും കാത്തിരുന്നിട്ടുണ്ടാകുക.
പക്ഷേ വർഷം 1 കഴിഞ്ഞിട്ടും ഇപ്പോഴും അവൾ ആ മുറിവിട്ട് പോലും അധികം പുറത്തേക്ക് വരാറില്ലെന്നാ ഞാൻ അറിഞ്ഞത്. അച്ഛൻ നോക്കിക്കോ, അധികം വൈകാതെ അവൻ ഇവിടെ എത്തും, അവൻ്റെ പെങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ അഭിയേട്ടൻ പറയണം, അവൻ്റെ പെങ്ങളെ അഭിയേട്ടന് കല്യാണം കഴിക്കണമെങ്കിൽ എന്നെ ദർശൻ കല്യാണം കഴിക്കണമെന്ന്. അന്ന് പറഞ്ഞതുപോലെ പറ്റില്ല എന്ന് അവൻ വീണ്ടും പറഞ്ഞാൽ? പറയില്ല. നമ്മൾ ഇതുതന്നെയാവും പറയുമെന്ന് ഉറപ്പിച്ച് തന്നെയാവും അവൻ ഇവിടെ വരുന്നത്. നമ്മൾ പറയുന്നത് എന്തിനും അവൻ തയ്യാറാകും. പിന്നെ ദർശൻ എൻ്റെ സ്വന്തമാകും, എൻ്റെ മാത്രം. അപ്പോഴും അഭിരാമി അവൻ്റെ ഭാര്യയാണെന്നുള്ളത് ഒരു തടസ്സമായി നിൽക്കില്ലേ? അവളുടെ കാര്യം നിങ്ങൾ എനിക്ക് വിട്ടേക്ക്. കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ചിടത്ത് എത്തുമ്പോൾ തല്ലിയോ ഭീഷണിപ്പെടുത്തിയോ അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. പിന്നെ അമലിൻ്റെ വീട്ടുകാരെ വിവാഹാലോചന പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെയും ദർശൻ്റെയും ഒപ്പം അവളുടെയും കൂടെ കല്യാണം നടത്താം. അപ്പോൾ പിന്നെ അവളുടെ ലൈഫും സേഫായല്ലോ. നീയ പറയുന്നത് കേട്ട് ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു ചന്ദ്രനും അഭിയും. സംശയിക്കേണ്ട, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കും എല്ലാം. എല്ലാത്തിനും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായാൽ മതി. അറിയാലോ, ഈ ഭൂമിയിൽ മറ്റാരേക്കാളും എന്തിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ദർശനെയാണ്. അവനെ നഷ്ടമായാൽ പിന്നെ ഈ അഭിനയം ഉണ്ടാവില്ല. ഓർമ്മയിലിരിക്കട്ടെ രണ്ടാൾക്കും. ദേഷ്യവും വാശിയും ദർശനോടുള്ള അവളുടെ അടങ്ങാത്ത ആഗ്രഹവുമെല്ലാം ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ. അവളുടെ മുഖത്തെ ഭാവം കണ്ട് അഭിയും ചന്ദ്രനും ഭയപ്പെട്ടു. അവൾ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെ നടക്കട്ടെ, നമുക്ക് അവൾക്കൊപ്പം നിൽക്കാം. ഇല്ലെങ്കിൽ അറിയാലോ അവൾ എന്തൊക്കെയാകും കാട്ടിക്കൂട്ടുന്നതെന്ന്. അകത്തേക്ക് കയറിപ്പോകുന്ന അഭിനയെ നോക്കി ചന്ദ്രൻ പറഞ്ഞു.